ഞാൻ തോൽക്കുമെന്ന 100% പറഞ്ഞുകൊണ്ട് സന്തോഷ് പുളിക്കനെ തോൽപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കാനായി പെടാപ്പാട് വിടുമ്പോൾ ഒരു സ്ഥാനാർത്ഥി തന്നെ തോൽപ്പിക്കണമെന്ന വിചിത്രമായ അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പാലായിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള സന്തോഷ് പുളിക്കലാണ് ഇത്തരത്തിൽ തന്നെ തോൽപ്പിക്കണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ മണ്ഡലത്തിൽ മുഴുവൻ ഇത്തരത്തിൽ സന്തോഷ് പുളിക്കലിനെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സുകളും അദ്ദേഹം ഈ മണ്ഡലത്തിലുടനീളം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് മനസ്സിലാകുന്നില്ല. എന്താണ് സന്തോഷ് പുളിക്കലിൻ്റെ ചേതോവികാരമൊന്നും അറിയില്ല. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു സ്ഥാനാർത്ഥി തന്നെ തോൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫ്ലെക്സ് വയ്ക്കുന്നത്. എന്താണ് ഇങ്ങനെ ഒരു ഫ്ലെക്സ് വെക്കാനുള്ള കാരണം എന്താണ്? അത് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഇതൊരു പോരാട്ടമാണ്. ഇതെൻ്റെ 8ാമത്തെ മത്സരമാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള 8 മത്സരങ്ങളിലും ഞാൻ തോൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ജീവിതത്തിൽ ഞാൻ തോറ്റുപോയി. എൻ്റെ ആശയങ്ങളോ എൻ്റെ നന്മകളോ ആരും കണ്ടില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ തോൽക്കുന്നത് ലോകം മുഴുവനും അറിയട്ടെ എന്ന സന്ദേശം ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ തോൽപ്പിക്കുക എന്ന ബോർഡ് വെച്ചിരിക്കുന്നത്. അതായത് താങ്കളെ വിജയിപ്പിക്കാതിരുന്ന ജനങ്ങളോടുള്ളൊരു മധുര പ്രതികാരമായി ഇതിനെ കാണാമോ? മധുര പ്രതികാരം എന്നൊന്നും പറയത്തില്ല. കാരണം അതൊരു പ്രതിഷേധം മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ആളുകളെ ഇവിടെ ഈസിയായി ജയിപ്പിച്ച് പിടിക്കുകയാണ്. ഞാൻ വലിയ പുണ്യാളനാണെന്നൊന്നുമല്ല പറയുന്നത്. കൊറോണ കാലത്തൊക്കെ ഞാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു, ഒരുപാട് സോഷ്യൽ പ്രവർത്തനങ്ങൾ ചെയ്തു, ഒരുപാട് ഒറ്റയാൾ സമരങ്ങളൊക്കെ ചെയ്തിട്ടും ഈ സമൂഹത്തിന് മാത്രം എന്തുകൊണ്ട് 38 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ അംഗീകരിക്കാൻ സാധിക്കാത്തത്, ഒരു വാർഡിൽ പോലും തന്നെ ജയിപ്പിക്കാത്തതിലുള്ള ഒരു ദുഃഖം കൂടിയാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളിലാണ് മത്സരിച്ചിട്ടുള്ളത്? പാലാ മുനിസിപ്പാലിറ്റിയിൽ RJDയുടെ റാന്തൽ വിളക്ക് ചിഹ്നം ആദ്യമായി ഷാജി തുരുത്തിനെതിരെ മുനിസിപ്പാലിറ്റിയിൽ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ഞാൻ എൻ്റെ കന്നി അംഗം 2020 കുറിക്കുന്നത്. അതിനുശേഷം 2021 ജോസ് കെ മാണിക്കെതിരെ കനത്ത പോരാട്ടം നടത്തി. അതിനുശേഷം കെഴുതടിയൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും 2023 ചാണ്ടിയോമിനെതിരെ പുതുപ്പള്ളിയിൽ മത്സരിക്കുകയും ചെയ്തു. അതുകൂടാതെ കോട്ടയം ലോക്സഭാ മണ്ഡലം, വയനാട് ലോക്സഭാ മണ്ഡലങ്ങളിലും ഞാൻ മത്സരിക്കാൻ ഇടയായി. അതിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ 1400ഓളം വോട്ട് 13 ഇൻഡിപെൻഡൻറ്റ് സ്ഥാനാർത്ഥികളെ പിന്തള്ളിക്കൊണ്ട് 1ാം സ്ഥാനം എനിക്ക് നേടാനിട വന്നു. അതിന് വയനാടുകാരോട് എന്നും എനിക്ക് നന്ദിയും കടപ്പാടുമുണ്ട്. 7 തെരഞ്ഞെടുപ്പുകളിൽ ജനവിധി തേടി 7 തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇക്കുറിയും ജനങ്ങൾ പരാജയപ്പെടുത്തുമെന്നൊരു തോന്നലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഫ്ലെക്സ് വെച്ചത്. അതെ, എന്നെ എല്ലാവരും ഇനി മുഴുവൻ എത്ര തവണ മത്സരിച്ചാലും ജനം എന്നെ അംഗീകരിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണല്ലോ ഞാൻ ഓരോ മത്സരങ്ങളും എനിക്ക് കാണാൻ സാധിച്ചത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വാർഡ് തെരഞ്ഞെടുപ്പിൽ പോലും ഈസിയായി ജയിച്ചു പോകാവുന്ന സാഹചര്യം നിലനിന്നിട്ട് പോലും അവിടെ എന്നെ വളരെ ദാരുണമായി തോൽപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ എന്നെപ്പോലുള്ളവരുടെ ആശയങ്ങൾ എനിക്കൊരു അവസരം തന്നാലല്ലേ ജനങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് താങ്കൾ തന്നെ പറയുന്നു. പക്ഷേ എങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അവസാനിപ്പിക്കില്ല. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. കാരണം വെച്ചാൽ എന്നെങ്കിലും ചെയ്യണം. അലക്സാണ്ടർ ചക്രവർത്തി മാസിഡോണിയ എന്ന് പറയുന്ന കൊച്ചു സാമ്രാജ്യത്തിൽ നിന്നും കേവലം 35,000 സൈനികരെയും കൊണ്ട് ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിയ ചരിത്രം എനിക്ക് മാതൃകയാണ്. കാരണം എന്നെങ്കിലും ഞാൻ ജയിക്കുമെന്ന്, ഈ പോരാട്ടത്തിൽ ഞാൻ വിജയം കാണുമെന്ന പ്രതീക്ഷയിൽ. ഇല്ലെങ്കിൽ തോറ്റവരുടെ പട്ടികയിൽ ഹിറ്റ്ലറുണ്ട്, തോറ്റവരുടെ പട്ടികയിൽ മുസോളിനിയുണ്ട്, തോറ്റവരുടെ പട്ടികയിൽ സദ്ദാം ഹുസൈനുണ്ട്. അങ്ങനെ തോറ്റവരുടെ പട്ടികയിൽ ഇടം നേടിക്കൊണ്ട് ഈ ലോകത്തു നിന്നും എന്നേക്കുമായി ധർമ്മക്കൊടി താഴ്ത്തിക്കെട്ടിക്കൊണ്ട് അധർമ്മക്കൊടി ഉയർത്തി കാണിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് യാത്രയാകുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഫ്ലെക്സുകൾ കാണുമ്പോൾ ആളുകളുടെ ഒരു പ്രതികരണം എന്താണ്? ഈ പ്രിന്റിങ്ങിൽ മിസ്റ്റേക്ക് പറ്റിയതാണോ എന്ന് ആരെങ്കിലൊക്കെ ചോദിച്ചോ? ഒരുപാട് പേര് ചോദിച്ചു, ഇനി പ്രിന്റ് ചെയ്തതിൻ്റെ അകത്ത് തെറ്റ് പറ്റിയോ എന്നൊക്കെ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു. സന്തോഷിനെ ഫ്ലെക്സ് തോൽപ്പിക്കാന്ന് വെച്ചാൽ അവന്മാർ ഫ്ലെക്സ് അടിച്ച് മാറിപ്പോയതാണോ, ഇത് ജയിപ്പിക്കാന്നല്ല എല്ലാവരും വെക്കും. ഞാൻ പറഞ്ഞ് മാറിപ്പോയതല്ല, ഇതെൻ്റെ ഒരു ആശയമാണ് എന്ന് തന്നെ, ഒരു പ്രതിഷേധത്തിൻ്റെ സൂചന കൂടിയാണെന്ന് ജനം അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ആളുകളോട് തന്നെ മറുപടി കൊടുത്തത്. താങ്കൾ പാലാ ടൗണിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, ഇപ്പോഴും ഓട്ടോറിക്ഷ ഓടിക്കുന്നു. അപ്പോൾ ഈ ഓട്ടോറിക്ഷ ഓടിച്ച് കണ്ടെത്തുന്ന പണമാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനെല്ലാം ഉപയോഗിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടുന്ന പണം മിച്ചം വെച്ചും അല്ലെങ്കിൽ ആളുകളുടെ നിന്ന് സംഭാവനകൾ സ്വീകരിച്ചുമാണ് ഞാനിപ്പോൾ ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വലിയ സാമ്പത്തികമുള്ള ആളൊന്നുമല്ല, ഒന്നുമില്ലാത്ത വെറും പട്ടിണിപ്പാവമാണ് ഞാൻ. സന്തോഷ് പുളിക്കലിന്റെ ഒരു പ്രതീക്ഷ, ഇപ്പൊ നമ്മൾ തോൽപ്പിക്കാന്നൊക്കെ പറഞ്ഞ് ഫ്ലെക്സ് വെച്ചാലും ഉള്ളിന്റെ ഉള്ളിലൊരു പ്രതീക്ഷ എന്താണ്? പ്രതീക്ഷ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ലൊരു കാൻഡിഡേറ്റ് ഇപ്പോൾ പോലും വളർന്നു വന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ തന്നെയാണ് നമുക്ക് ഓടിയാൽ എനിക്ക് 38 വയസ്സുണ്ട്. ഞാനിപ്പോൾ ഒരു ചെറുപ്പക്കാരുടെ പ്രതിനിധിയായിട്ട് വേണമെങ്കിൽ പറയാം. ഇത്രയും നിയോജക മണ്ഡലം മുഴുവൻ എന്നെ ഇപ്പോൾ അറിയപ്പെടുന്ന ആളായി മാറി. ജോസ് കെ മാണിക്ക് 63 വയസ്സോളമുണ്ട്, മാണി സി കാപ്പന് 70ഓളം വയസ്സുണ്ട്, ഷോൺ ജോർജിന് 43 വയസ്സുണ്ട്. ഈ ചെറുപ്പക്കാരന് എന്തുകൊണ്ട് ഒരു അവസരം നാളെ ഒരു പാർട്ടിക്കാർ തന്നാൽ ഉറപ്പായിട്ടും പാലായുടെ MLA ആയിട്ട് എത്തുമെന്ന് 100% ഞാൻ ഉറപ്പ് തരികയാണ്. അങ്ങനെ എത്തിയാൽ സാധാരണക്കാർക്കും പട്ടിണി പാവങ്ങൾക്കും വേണ്ടി നിലയുറപ്പിക്കും, നന്മയുടെ ഏകാധിപതിയെ പോലെ നിലയുറപ്പിക്കുമെന്ന് തന്നെ ഞാൻ പ്രതിജ്ഞ ചെയ്യുകയാണ്. ഒരുപാട് ആളുകളൊക്കെ ഇപ്പോൾ സന്തോഷ് പുളിക്കലിനെ കാണുമ്പോൾ ഇതിലേക്ക് പാസ് ചെയ്ത് പോകുമ്പോൾ ആളുകൾ
സ്നേഹത്തോടെ കൈ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതറിയില്ല. കാരണം വെച്ചാൽ സ്നേഹം കാണിക്കുന്ന പലരും വോട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിലും ഞാൻ തോൽക്കുമെന്ന 100% പറഞ്ഞുകൊണ്ട് ഞാനിവിടെ സന്തോഷ് പുളിക്കനെ തോൽപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ വ്യത്യസ്തനായ ഒരു വ്യക്തിയായി മാറുകയാണ് സന്തോഷ് പുളിക്കൽ. നാളിതുവരെ ചരിത്രത്തിൽ പോലും ആരും ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. സ്വന്തമായി സ്ഥാനാർത്ഥി തന്നെ തോൽപ്പിക്കുക എന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് ആ മണ്ഡലം മുഴുവൻ ഫ്ലെക്സ് വെച്ചിരിക്കുകയാണ്. തന്നെ ഇതുവരെ തോൽപ്പിച്ചിട്ടുള്ള ജനങ്ങളോടുള്ള ഒരു പ്രതിഷേധമാണ് ഇത്തരത്തിൽ തോൽപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലെക്സ് വെക്കാനുള്ള കാരണമെന്നുള്ളതാണ് സന്തോഷ് പുളിക്കൽ പറയുന്നത്. പാലായിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.